എഴുത്തിന്റെ ലോകത്ത് നിരവധി സംഭാവനകൾ നൽകിയ കല്ലാർ മൂന്നുപാറയിൽ ഷൈനി വർഗീസിന്റെ കഥാസമാഹാരത്തിന് ഉറൂബ് പുരസ്കാരം. ഷൈനി വർഗീസിന്റെ പെൺകരുത്ത് എന്ന കഥാസമാഹാരത്തിനാണ് തെക്കൻ സ്റ്റാർസ് മീഡിയ ഡ്രാമ ആൻഡ് ഫിലിം സൊസൈറ്റി ഉറൂബ് പുരസ്കാരം നൽകിയത്. ചെറുകഥകൾ, നോവലുകൾ, കവിതകൾ എന്നീ രചനകൾക്ക് ഇതിനോടകം ഷൈനി വർഗീസിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ക്രിയേറ്റീവ് ആയിരിക്കണം. അലീന റെഡിമെയ്ഡ്സ് എന്ന് വളർന്ന് കേരളത്തിന് പുറത്തും അകത്തും അറിയപ്പെടുന്ന വലിയൊരു സ്ഥാപനമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. കിരൺ കല്ലാർ മൂന്നുപാറയിൽ ഷൈനി വർഗീസ് 7 വർഷത്തോളമായി എഴുത്തിന്റെ ലോകത്തേക്കെത്തിയിട്ട് ചെറുകഥകൾ, കവിതകൾ, നോവലുകൾ എന്നിവ രചിച്ചിട്ടുണ്ട്. 2024 മെയ് 12 പ്രകാശനം ചെയ്ത് ജനശ്രദ്ധ ഏറെ ആകർഷിച്ച പെൺകരുത്തെന്ന കഥാസമാഹാരത്തിനാണ് തെക്കൻ സ്റ്റാർസ് മീഡിയ ഡ്രാമ ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ ഉറൂബ് പുരസ്കാരം ലഭിച്ചത്. കല്ലാർ 8 ഏക്കർ അംഗൻവാടി അധ്യാപിക കൂടിയായ ഷൈനി വർഗീസ് 100ഓളം ചെറുകഥകൾ, 12 നോവലുകൾ, 35-ലധികം കവിതകൾ എന്നിവ എഴുതിയിട്ടുണ്ട്. 7 വർഷമായി ഞാൻ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നിട്ട് ആദ്യമായി ഞാൻ എഴുതി തുടങ്ങുന്ന ഫേസ്ബുക്കിലെ എഴുത്തു കൂട്ടായ്മകളിൽ കൂടിയാണ്. ഇതിനോടകം 100ഓളം ചെറുകഥകൾ, 12 നോവലുകൾ, 35 കവിതകൾ എഴുതി പൂർത്തിയാക്കി. ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു നോവലായിരുന്നു പെൺകരുത്ത്. ഈ നോവൽ 2024 മെയ് 12 പ്രകാശനം ചെയ്യപ്പെട്ടു. ഈ നോവലിന് തെക്കൻ സ്റ്റാർസ് മീഡിയ ഡ്രാമ ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ ഉറൂബ് പുരസ്കാരം അർഹയായി. ഇതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ സാഹിത്യകാരിയുടെ 3ഓളം കഥകൾ ഷോർട്ട് ഫിലിമായിട്ടുണ്ട്. മറ്റു 2 കഥകൾ കൂടി ഷോർട്ട് ഫിലിമിനായി കൈമാറി. ചെറുകഥ, നോവൽ, കവിതകൾ എന്നീ രചനകൾക്ക് നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലെ എഴുത്തു കൂട്ടായ്മയിലൂടെയാണ് ആദ്യമായി എഴുത്തിന്റെ ലോകത്തേക്ക് ഷൈനി വർഗീസ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.